ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. സെപ്റ്റംബർ 20 നടക്കുന്ന LGS എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവൻ കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യണം. റെഡിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? ഓപ്ഷൻ ഡി 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിൻ്റെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഓപ്ഷൻ സി റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ സി നിസ്സഹകരണ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന? ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഇന്ത്യൻ നാഷണൽ ആർമി. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം? ഓപ്ഷൻ സി മലബാർ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവാര്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധി. രാജ്യസഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്? ഓപ്ഷൻ ബി പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി? ഓപ്ഷൻ സി 6 വർഷം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം? ഓപ്ഷൻ എ പാരീസ്. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം പാരീസ്.
ഇനി 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ് ആണ്. അതും കൂടെ ഓർത്ത് വെക്കുക. 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ ബി സോജൻ ജോസഫ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ സി 1 and 4. ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായി സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ റഷ്യയാണ്. റഷ്യ എന്ന് പറയുന്നത് തന്നെയാണ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ റഷ്യ അഥവാ സോവിയറ്റ് യൂണിയൻ. റൂർക്കേല ജർമ്മനി. അതും കൂടെ ഓർത്തു വയ്ക്കുക. ബൊക്കാറോ റഷ്യ, റൂർക്കേല ജർമ്മനി. ഒന്നുകൂടെ വായിക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികളേവ? ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ റഷ്യ അഥവാ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി. റഷ്യയും സോവിയറ്റ് യൂണിയനും ഒന്നാണേ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളേവ? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ: അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ ബി 3-ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി 3-ാം പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി? ഓപ്ഷൻ ഡി KM പണിക്കർ. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി? KM പണിക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ സി തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് തുമ്പയിലാണ്. (2024) G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ഓപ്ഷൻ ബി ബ്രസീൽ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീൽ. 2025 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. അതും കൂടെ ഓർത്ത് വെക്കുക. 2025 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ? ഓപ്ഷൻ ഡി 6. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഘാക്കര. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരുന്നവയാണ് സിന്ധു, ചിനാബ്, ഗംഗ, കോസി, യമുന, ടോൺസ്. അത് ഓർത്തു വയ്ക്കുക. ഉത്തര മഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ
ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ഓപ്ഷൻ എ രാജസ്ഥാൻ സമതലം. ഉത്തര മഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? രാജസ്ഥാൻ സമതലം. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് വടക്ക് തൊട്ട് തെക്ക് വരെ ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ഡി കണ്ടല, മുംബൈ, മർമഗോവ, മംഗലാപുരം. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഖാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. ഓപ്ഷൻ എ മഹാനദി. ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതെന്ന് തിരിച്ചറിയുക. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. മഹാനദി. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി കോറമാൻഡല തീരം. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത് കോറമാൻഡല തീരസമതലം. കോറമാൻഡല തീരസമതലം കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഓർത്തു വയ്ക്കുക, കോറമാൻഡൽ തീരസമതലം കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങളാണ് കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് തീരസമതലം, മലബാർ തീരസമതലം. അതും കൂടെ ഓർത്തു വയ്ക്കുക. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങൾ കൊങ്കൺ തീരസമതലം, ഗുജറാത്ത് തീരസമതലം, മലബാർ തീരസമതലം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ. നീരജ് ചോപ്ര വെള്ളി മെഡലാണ് ജാവലിൻ ത്രോയിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ നേടിയത്. അത് ഓർത്തു വയ്ക്കുക. നീരജ് ചോപ്ര വെള്ളി മെഡലാണ് ജാവലിൻ ത്രോയിൽ 2024 പാരീസ് ഒളിമ്പിക്സിൽ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ ശരിയായവയാണ് മനു ഭാക്കർ വെങ്കല മെഡൽ, 10 മീറ്റർ എയർ പിസ്റ്റൽ, സ്വപ്നിൽ കുശാലെ വെങ്കല മെഡൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസ്, ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കല മെഡൽ. ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ പോളണ്ട്, ഉക്രൈന്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഓപ്ഷൻ ഡി പുതിയ പെൻഷൻ പദ്ധതി. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ഓപ്ഷൻ ഡി പുതിയ പെൻഷൻ പദ്ധതി. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ഓപ്ഷൻ സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഓപ്ഷൻ ബി 1084. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ മണ്ണാർക്കാട്.
തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് കോന്നി, തെന്മല, അച്ചൻകോവിൽ. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ഇടുക്കി. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഓപ്ഷൻ ബി കടൽ തീരമില്ലാത്ത ജില്ലകൾ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത 5 ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്. ഓർത്തു വെച്ചോണം. കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി വെള്ളായണി തടാകം, തിരുവനന്തപുരം. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. വെള്ളായണി തടാകം, തിരുവനന്തപുരം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 4 ശരി. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്കിവിടെ പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി എറണാകുളം, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ഓപ്ഷൻ ബി 7. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബോവ്. 1, 2, 3, 4. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ
ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. ഓപ്ഷൻ ഡി മിന്നുമണി. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രൊസസ്സർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി കൈരളി. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രൊസസ്സർ ഏതു പേരിൽ അറിയപ്പെടുന്നു? കൈരളി. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ഓപ്ഷൻ ഡി കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്ക്വർത്ത് ഓർ ലൂയിസ് മഴ നിയമം? ഓപ്ഷൻ എ ക്രിക്കറ്റ്. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്ക്വർത്ത് ഓർ ലൂയിസ് മഴ നിയമം? ക്രിക്കറ്റ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ സി വിദ്യാവാഹിനി ആപ്പ്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ വിദ്യാവാഹിനി ആപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3, 4. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഇത്. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജാനുവരി 1 ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് ഇത്. കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജാനുവരി 1 ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചാരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ തന്മുദ്ര. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? തന്മുദ്ര. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ഡി ദൂരദർശൻ. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ്? ദൂരദർശൻ. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 300, 206. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ എ 1, 3 ഇനങ്ങൾ. നെല്ലിക്ക, മുരിങ്ങയില. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനം കാർഷിക വിള. ലോല പയറ്, ഹ്രസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര തെങ്ങ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇനം കാർഷിക വിള. ലോല പയറ്, ഹ്രസ്വ നെല്ല്, സൽകീർത്തി വെണ്ട, ചന്ദ്രശേഖര തെങ്ങ്. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 മാത്രം. പവിഴപ്പുറ്റുകൾ.
കടലിലെ മഴക്കാടുകൾ പവിഴപ്പുറ്റുകളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ കുരുവിക്കൊരു കൂട്. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനം ഏത്? ഓപ്ഷൻ ബി പ്രിയങ്ക. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം പ്രിയങ്ക. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ഡോക്ടർ സലിം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ഓപ്ഷൻ ഡി ക്രോമിയം. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ക്രോമിയം. സിങ്കിന്റെ അയിര് ഏത്? ഓപ്ഷൻ സി കലാമിൻ. സിങ്കിന്റെ അയിര് കലാമിൻ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഓപ്ഷൻ ബി കാൽസ്യം. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി നൈട്രജൻ. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്ത്? ഓപ്ഷൻ എ അപവർത്തനം. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ചിറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം അപവർത്തനം. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ്? ഓപ്ഷൻ ഡി മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ്. ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ഓപ്ഷൻ ബി സ്കൂൾ വിദ്യാഭ്യാസം. ഖാദർ കമ്മിറ്റി സ്കൂൾ വിദ്യാഭ്യാസം. മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത്? ഓപ്ഷൻ എ അനോഫിലസ് കൊതുക്. മലമ്പനി പകർത്തുന്ന വാഹക ജീവി അനോഫിലസ് കൊതുക്. താഴെ തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ ബി ഡിഫ്തീരിയ. വൈറസ് രോഗം അല്ലാത്തത് ഡിഫ്തീരിയ. വൈറസ് രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ചിക്കൻ ഗുനിയ. അതും കൂടെ ഓർത്തു വയ്ക്കുക. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ എ 1, 2 ശരി. എയ്ഡ്സ് ബാധിതർ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ഓപ്ഷൻ ഡി മാംസ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം മാംസ്യം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി വിറ്റാമിൻ സി സ്കർവി. ബാക്കിയുള്ള ജോഡികൾ കറക്റ്റ് ചെയ്ത് പറയാം. വിറ്റാമിൻ എ നിശാന്തത, വിറ്റാമിൻ ഡി സ്കർവി, വിറ്റാമിൻ ബി ബെറിബെറി. 2024 ലോക ആരോഗ്യ ദിന പ്രമേയം ഏത്? ഓപ്ഷൻ ഡി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്? ഓപ്ഷൻ ബി പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ പക്ഷാഘാതം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി എല്ലാം ശരി. വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ: വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച.
അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമേത്? ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ആർദ്രം മിഷൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമേത്? ഓപ്ഷൻ സി ആശാഭവൻ. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ആശാഭവൻ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി ജഗത് പ്രകാശ് നന്ദ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജഗത് പ്രകാശ് നന്ദ. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ സി കുരങ്ങ് പനി. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് കുരങ്ങ് പനി. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയതാര്? ഓപ്ഷൻ എ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ഓപ്ഷൻ ഡി ഹാവിഷ്യൂർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഹാവിഷ്യൂർ. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെയും സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. പ്ലേലിസ്റ്റ് നോക്കി എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയെ ബേസ് ചെയ്ത് 5 ചോദ്യങ്ങളുണ്ട്. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവൻ കണ്ട ശേഷം കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിന് താഴെ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക്